ഈ സംവാദം ശ്രീ രവിശങ്കറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം അത് ആഗോള മലയാളികൾ കണ്ടു കഴിഞ്ഞു, അവർ അത് വിലയിരുത്തി കഴിഞ്ഞു. അങ്ങനെയൊരു സംഗമം കൊണ്ട് എന്ത് നേടി, അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചു സംഗമം കൊണ്ട്? തീർച്ചയായിട്ടും ഇന്നലെ ആഗോള സംഗമം നടന്നു. 4216 പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. ഞങ്ങൾ വിവിധ വിഷയങ്ങളായി അവിടെ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായും ശബരിമലയുടെ വികസനമാണ് കേരള ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ 96 തുടങ്ങി അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാനാണ്, ഇപ്പോഴും നിൽക്കുകയാണ്. ആ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കണം, എന്താണ് ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന് ചെയ്യേണ്ടത്, ദീർഘകാല പദ്ധതികൾ എന്തായിരിക്കണം, ഇവയെക്കുറിച്ചെല്ലാം ഇന്നലെ അവിടെ ചർച്ചയുണ്ടായിട്ടുണ്ട്. രണ്ടാമത് ഈ ആത്മീയ ടൂറിസം സർക്യൂട്ടുകൾ എങ്ങനെ രൂപീകരിക്കാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ പഴനിയിലേക്കൊക്കെ പോകുന്ന ടൂർ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഴനിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ശബരിമലയിലേക്ക് വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഒക്കെയുള്ള തരത്തിലുള്ള ഒരു ആത്മീയ ടൂറിസം പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് ഇന്നലെ അവിടെ ചർച്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ സന്നിധാനത്തെത്തുമ്പോൾ അവർ പോകുന്ന വഴിയിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കാൻ കഴിയുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ മെഡിക്കൽ സംവിധാനം വേണം, അവർക്ക് കുടിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും. ഇതെല്ലാം അവരുടെ റോഡുകൾ ഏറ്റവും മികച്ചതായിരിക്കണം. അതുപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുതു പോകാനുള്ള ഒരു ഭക്തൻ്റെ അവകാശം എങ്ങനെ സാധീകരിക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച. ഇതായിരുന്നു ഞങ്ങൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളായി ശബരിമല അയ്യപ്പ ആഗോള സംഗമത്തിലൂടെ ഉദ്ദേശിച്ചത്. അതാണ് ഇന്നലെ അവിടെ നടന്നത്. 4000-ലധികം ആളുകൾ പങ്കെടുത്തു എന്ന് താങ്കൾ പറയുന്നു. മന്ത്രിയും ഞാൻ പറഞ്ഞതല്ല, മന്ത്രി അവകാശപ്പെട്ട അതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നു, കേരള സർക്കാർ അവകാശപ്പെടുന്നു. ആളില്ലാ കസേരകളാണ് നമ്മളൊക്കെ കണ്ടത്. സ്വാഭാവികമായിട്ടും 5000 പേർക്ക് കപ്പാസിറ്റിയുള്ള ഒരു പന്തലിൽ കസേരകൾ ഒഴിഞ്ഞു കിടന്നു. അതിന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൃഷ്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ സത്യം അതല്ല, കസേരകൾ ഒഴിഞ്ഞു കിടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത വേളയിൽ തന്നെ കസേരകൾ ഒഴിഞ്ഞു കിടന്നിരുന്നു. ഇന്നതിൻ്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നല്ല തിക്കും തിരക്കും അനുഭവപ്പെട്ടുവെന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ചാനലിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി. കൃത്യമായ കണക്ക് ഇന്നലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇത്ര ആളുകൾ പങ്കെടുത്തു, തമിഴ്നാട്ടിൽ നിന്ന് ഇത്ര ആളുകൾ പങ്കെടുത്തു, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്ര ആളുകൾ പങ്കെടുത്തു. എന്തിന് ആദരണീയനായ യോഗി ആദിത്യനാഥ് പോലും അതിന് ആശംസ നേർന്നു. അപ്പോൾ ശബരിമല ആഗോള സംഗമം ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 3 സെക്ഷനായി തിരിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാവുന്ന ആ ഒഴിഞ്ഞ കസേരകളെ നോക്കി ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് പുറത്തുവിട്ടാൽ സംഗമത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. സംഗമത്തിൻ്റെ എല്ലാ പ്രസക്തിയും അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന പ്രതീക്ഷ തന്നെയാണ് കേരള ഗവൺമെൻറ്റിനും വിശിഷ്യ ദേവസ്വം ബോർഡിനുമുള്ളത്. ശ്രീ രവിശങ്കർ, ഒരു കാര്യം കൂടി, അതായത് 72 സ്പോൺസർമാർ എന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞത്. അതെ, ഈ സംഗമം കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം ഈ 72 സ്പോൺസർമാർ ആരൊക്കെയാണ്, 72 പോട്ടെ, പ്രധാനപ്പെട്ട സ്പോൺസർമാർ ആരൊക്കെയെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കരുതിയതാണ്. പക്ഷേ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. 7 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. നോക്കൂ, ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഒരു നയാ പൈസ പോലും സർക്കാർ ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നോ ഒരു നയാ പൈസ പോലും ചെലവഴിക്കില്ല എന്ന സത്യവാങ്മൂലം ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ അരപ്പേജ് പരസ്യം കൊടുത്തിരുന്നു. മാത്രമല്ല ജർമ്മൻ പന്തലായിരുന്നു. ഇതിനൊക്കെ ആരാണ് പൈസ ചെലവഴിച്ചത്? അതൊന്നും അറിയാൻ താല്പര്യം കൃത്യമായിട്ട് അറിയാം. ആ പന്തൽ രൂപീകരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി ഒരു സ്വകാര്യ സ്ഥാപനമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു സ്പോൺസർഷിപ്പിന് അവിടെ കണ്ടല്ലോ. ബാക്കി ആരൊക്കെ എന്നുള്ളത് അവിടെ സ്പോൺസർഷിപ്പിലൂടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് പുറത്തുവിടും, അല്ലെ ദേവസ്വം മന്ത്രി പറയും. ഇപ്പോൾ എനിക്കത് കൃത്യമായി പറയാൻ, ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളല്ലല്ലോ. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെയാണ് സ്പോൺസർമാർ, എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു പണവും അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരാവകാശം കൊടുത്തെടുക്കാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ. ഓക്കെ.